എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 21/5/2025 നടന്ന സെക്രട്ടേറിയറ്റ് OA മെയിൻസ് പരീക്ഷയിലെ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ് സ്റ്റാർട്ട്. ആദ്യത്തെ ചോദ്യം: ഇന്ത്യൻ പാർലമെൻറ്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്ക്? ഉത്തരം: നിർമ്മല സീതാരാമൻ. തുടർച്ചയായി 8ാം കേന്ദ്ര ബജറ്റ് അവതരണത്തിലൂടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പുതിയ ചരിത്രം സൃഷ്ടിച്ചു. സ്വതന്ത്ര ഭാരതത്തിൽ 7 ബജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ച CD ദേശ്മുഖിൻ്റെ റെക്കോർഡാണ് മറികടന്നത്. ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ചവരുടെ പട്ടികയിൽ പ്രണബ് മുഖർജിക്കൊപ്പം 3ാം സ്ഥാനത്താണ് നിർമ്മല സീതാരാമൻ. 2019 മുതൽ കേന്ദ്രമന്ത്രിസഭയിൽ ധനമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചതിന് റെക്കോർഡ് മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിക്കാണ്. വ്യത്യസ്ത കാലയളവുകളിലായി 10 ബജറ്റുകളാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. മുൻ ധനമന്ത്രിമാരായ P. ചിദംബരവും പ്രണബ് മുഖർജിയും വ്യത്യസ്ത പ്രധാനമന്ത്രിമാരുടെ കീഴിൽ യഥാക്രമം 9ഉം 8ഉം ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് നിർമ്മല സീതാരാമന്. അടുത്ത ചോദ്യം: മരണാനന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ? ഉത്തരം: MT വാസുദേവൻ നായർ. മലയാളത്തിൻ്റെ അഭിമാനമായ എഴുത്തുകാരൻ MT വാസുദേവൻ നായർക്ക് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചു. ബഹുമുഖ പ്രതിഭയായ MT വാസുദേവൻ നായർ 2024 ഡിസംബർ 25 അന്തരിച്ചത്. മലയാളി ഹോക്കി താരം PR ശ്രീജേഷിനും നടി ശോഭനയ്ക്കും ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരത്തിനും പത്മഭൂഷണും ലഭിച്ചു. മുൻ ഫുട്ബോൾ താരമായ IM വിജയനും സംഗീത അധ്യാപിക K ഓമനക്കുട്ടിയമ്മയ്ക്കും പത്മശ്രീ ബഹുമതി ലഭിച്ചു. മരണാനന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരനാണ് MT വാസുദേവൻ നായർ. അടുത്ത ചോദ്യം: യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം? ഉത്തരം: ഉത്തരാഖണ്ഡ്. ഏകീകൃത സിവിൽ കോഡ് UCC നടപ്പിലാക്കുന്ന സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറി. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയുടെ പേരാണ് പുഷ്കർ സിംഗ് ധാമി. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 44 പ്രകാരം സംസ്ഥാനം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ശ്രമിക്കണമെന്നുണ്ട്. ഇതുപ്രകാരമാണ് ഉത്തരാഖണ്ഡ് ഏകീകൃത സിവിൽ കോഡ് ബിൽ 2024 നിലവിൽ വന്നത്. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അടുത്ത ചോദ്യം: 3ാം മോഡി ഗവൺമെൻറ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏത്? ഉത്തരം: പാർലമെൻ്ററി കാര്യ സമിതി. ക്യാബിനറ്റ് മന്ത്രിമാരുടെ ജോലിഭാരം കുറയ്ക്കുന്നതിനായി രൂപീകരിച്ച ശക്തമായ ഉന്നത സമിതികളാണ് ക്യാബിനറ്റ് കമ്മിറ്റികൾ. 8 ക്യാബിനറ്റ് കമ്മിറ്റികളാണ് ഉള്ളത്. അവ: അപ്പോയിൻമെൻറ്റ്സ് കമ്മിറ്റി, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ അക്കോമഡേഷൻ, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ ഇക്കണോമിക് അഫയേഴ്സ്, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ പാർലമെൻ്ററി അഫയേഴ്സ്, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ പൊളിറ്റിക്കൽ അഫയേഴ്സ്, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത്, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എംപ്ലോയ്മെൻറ്റ് ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് എന്നിവയാണ്. ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ അക്കോമഡേഷൻ, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ പാർലമെൻ്ററി അഫയേഴ്സ് എന്നിവ ഒഴികെയുള്ള എല്ലാ കമ്മിറ്റികളുടെയും തലവൻ പ്രധാനമന്ത്രിയാണ്. അടുത്ത ചോദ്യം: ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിയാഡ് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തരം: മേഘാലയ. ലോകത്തിലെ ഏറ്റവും മലിനമായ വായുവുള്ള 20 നഗരങ്ങളിൽ 13ഉം ഇന്ത്യയിലാണ്. പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ളത് മേഘാലയയിലെ ബർണിഹാഡ് നഗരമാണ്. ലോകത്തിലെ ഏറ്റവും മലിനമായ തലസ്ഥാന നഗരമാണ് ഡൽഹി. ലോകത്തെ മലിനമായ രാജ്യങ്ങളുടെ 2024 പട്ടികയിൽ ഇന്ത്യ 5ാമതാണ്. മേഘാലയ മുഖ്യമന്ത്രിയാണ് കോൺറാഡ് സാങ്മ. ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത നഗരം മേഘാലയയിലെ ബർണിഹാഡ് നഗരം. അടുത്ത ചോദ്യം: പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതിയതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ, ചെമ്പൻ വെള്ളിവരയൻ, പളനിപ്പൊട്ടൻ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാണ്? ഉത്തരം: ചിത്രശലഭം. പറമ്പിക്കുളം കടുവാ സങ്കേതത്തിൽ നടത്തിയ വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ 15 പുതിയ ജീവികളുടെ സാന്നിധ്യം കണ്ടെത്തി. 7 തരം പക്ഷി, 5 തരം ചിത്രശലഭം, 3 തരം തുമ്പി എന്നിവയാണ് വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതിയതായി കണ്ടെത്തിയത്. ചിന്നത്തവിടൻ, ചെമ്പൻ വെള്ളിവരയൻ, നീലച്ചെമ്പൻ വെള്ളിവരയൻ, ഇരുളൻ വേലിനീലി, പളനിപ്പൊട്ടൻ എന്നീ ചിത്രശലഭങ്ങളെയാണ് കണ്ടെത്തിയത്. പുള്ളി, മുള്ളൻ കോഴി, ചെമ്പൻ എറിയൻ, നാട്ടുവേഴാമ്പൽ, ആനമലൈ ശോലക്കിളി,
ചെങ്കണ്ടൻ പാറ്റപിടിയൻ, വയൽക്കുരുവി, കടുംപച്ച പൊടിക്കുരുവി എന്നിവയാണ് കണക്കെടുപ്പിൽ കണ്ടെത്തിയ പുതിയ പക്ഷികൾ. ഇതോടെ പറമ്പിക്കുളത്ത് കാണപ്പെടുന്ന പക്ഷികളുടെ എണ്ണം 302ആയി. തവിടൻ ചാത്തൻ, മരതകച്ചാത്തൻ, കാട്ടുതണൽ തുമ്പി എന്നിവയാണ് കണ്ടെത്തിയ പുതിയ തരം തുമ്പികൾ. അടുത്ത ചോദ്യം, നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം നാസ. നാസയുടെ നെക്സ്റ്റ് ജെൻ നിരീക്ഷണാലയമാണ് നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി. സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളെ അഥവാ എക്സോ പ്ലാനറ്റുകളെയും വിദൂര നക്ഷത്രങ്ങളെയും തിരയുന്നതിന് വേണ്ടിയാണിത്. 1961 മുതൽ 1963 വരെ നാസയുടെ മുഖ്യ ജ്യോതിശാസ്ത്രജ്ഞയായി സേവനമനുഷ്ഠിച്ച ശാസ്ത്രജ്ഞയാണ് നാൻസി ഗ്രേസ് റോമൻ. ഹബിളിൻ്റെ അമ്മ എന്ന് ഇവർ അറിയപ്പെടുന്നു. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം? ഉത്തരം ചൈന. ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ചൈനയിലാണ് ആരംഭിച്ചത്. ഷിഡാവോ ബേ എന്നാണ് ആണവ നിലയത്തിൻ്റെ പേര്. ഗ്യാസ് കൂൾഡ് റിയാക്ടർ പ്ലാന്റാണ് ഇത്. അടുത്ത ചോദ്യം, 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ 608ആണ്. എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാണ്? ഉത്തരം പെഗി വിറ്റ്സൺ. പെഗി വിറ്റ്സൺ ഒരു അമേരിക്കൻ ബയോകെമിസ്റ്റും ബഹിരാകാശ യാത്രികയുമാണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ചെലവിട്ടതിൻ്റെ റെക്കോർഡ് പെഗി വിറ്റ്സണിനാണ്. അടുത്ത ചോദ്യം, കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആര്? ഉത്തരം നിർമ്മല സീതാരാമൻ. 2019 മുതൽ ഇന്ത്യയുടെ ധനകാര്യ കോർപ്പറേറ്റ് കാര്യ വകുപ്പ് മന്ത്രിയായി തുടരുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള മുതിർന്ന BJP നേതാവാണ് നിർമ്മല സീതാരാമൻ. തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡും നിർമ്മല സീതാരാമൻ്റെ പേരിലാണ്. അടുത്ത ചോദ്യം, കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം V. സുനിൽകുമാർ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സംസ്ഥാന ഒളിമ്പിക് അസോസിയേഷനിൽ ഒന്നാണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ. ഇതിൻ്റെ പ്രസിഡന്റാണ് V. സുനിൽകുമാർ. അടുത്ത ചോദ്യം, ഈക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ്? ഉത്തരം കാസർഗോഡ്. പക്ഷികളുടെ വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമായ കുമ്പള ഗ്രാമപഞ്ചായത്തിലെ കിതൂർ പക്ഷിഗ്രാമത്തെ ഈക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാനൊരുങ്ങുകയാണ് ടൂറിസം വകുപ്പ്. കാസർഗോഡ് ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 2023 ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ 75ാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേരെന്താണ്? ഉത്തരം ഐരാവത്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറും ഏറ്റവും വലിയ AI സൂപ്പർ കമ്പ്യൂട്ടിംഗ് സിസ്റ്റമാണ് ഐരാവത്. ലോകത്തിലെ ഏറ്റവും മികച്ച 500 സൂപ്പർ കമ്പ്യൂട്ടറുകളിൽ ഐരാവത് PSAI 75ാം സ്ഥാനത്താണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിൻ്റെ പേരെന്താണ്? ഉത്തരം E-ക്യൂബ്. ഹൈടെക് സ്കൂൾ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം മെച്ചപ്പെടുത്താൻ വിദ്യാലയങ്ങളിൽ ഒരുക്കിയ പദ്ധതിയാണ് E-ക്യൂബ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പദ്ധതി. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കൈറ്റിൻ്റെ നേതൃത്വത്തിൽ 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ് പരിശീലനം. വിദ്യാലയങ്ങളിൽ ലഭ്യമായ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് ഇൻ്റർനെറ്റ് സൗകര്യം പോലും ആവശ്യമില്ലാത്ത വിധം നടത്താവുന്ന വിധത്തിലാണ് ഈ ലാംഗ്വേജ് ലാബ് ഉപയോഗിച്ചിട്ടുള്ള പഠന പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മധ്യപ്രദേശ്. മധ്യപ്രദേശിലെ ചമ്പൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന മാധവ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിൽ 58ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ടത്. മധ്യപ്രദേശിലെ 9ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണിത്. നിലവിൽ ഈ റിസർവിൽ 5 കടുവകളുണ്ട്. 21/5/2025 നടന്ന സെക്രട്ടേറിയറ്റ് OA മെയിൻസ് പരീക്ഷയിൽ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. തുടർന്ന് വരുന്ന PSC എക്സാമുകൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സൂക്കോ PSCയുടെ നന്ദി, നമസ്കാരം.